ഇന്നത്തെ നമ്മുടെ ഡിഷ് ഉള്ളിപ്പക്കോടയാണ്. ഉള്ളിപ്പക്കോട പല സ്ഥലങ്ങളിൽ പല പോലെ ഉണ്ടാക്കുക, പല ഫ്ലേവർ ആയിരിക്കും അല്ലെ. ഇതും അതുപോലെ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വളരെ സിമ്പിളുമാണ്. വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ഉള്ളിപ്പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൽ നമ്മൾ ഓണിയൻ എത്ര തിന്നായിട്ട് മുറിക്കണോ അത്ര തിന്നായിട്ട് മുറിക്കുക. തിന്നായിട്ട് മുറിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതലാവുക, ക്രിസ്പി ആവണമെങ്കിൽ. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇത് തന്നെ, ഓണിയൻ, ഉള്ളി നന്നായിട്ട് നീളത്തിൽ തിന്നായിട്ട് മുറിച്ചത്. പിന്നെ അതിൽ നമ്മൾ കറിവേപ്പില ഇടാം. കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇതായിട്ടിട്ടാൽ മതി. ആൻഡ് ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ടുണ്ട്. ഇത് കശ്മീരി ചില്ലിയാണ്, ഒത്തിരി എരിവുണ്ടാവില്ല, ചെറിയൊരു എരിവുണ്ടാവും. ഉപ്പ് ആവശ്യത്തിന്. ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് ഇച്ചിരി. ഇത് വേക്ക്ഫീൽഡിൻ്റെ ബേക്കിംഗ് സോഡയാണ്. അതൊരു നുള്ള് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്, 1 പിഞ്ച്. കൂടുതൽ ഇടാൻ പാടില്ല. കുറച്ച് കായപ്പൊടി ഇടാം, ഇത്രയും. ഞാനിതിൽ എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ്സും ക്രിസ്പിനെസ്സിൻ്റെ കൂടെ ഒരു ടേസ്റ്റും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അരിയുഴുന്ന് അരച്ചതിൻ്റെ മാവില്ലേ, ഇഡ്ഡലിക്കൊക്കെ അരക്കില്ലേ, അതിൻ്റെ ഒരു മാവ് 2-3 സ്പൂൺ വയ്ക്കാം. 3 സ്പൂൺ നമ്മളിടേണ്ടത് ബേസിനും. ഇതിൽ എത്ര ഉള്ളി ഉണ്ടോ അതിൻ്റെ ഇത് നോക്കിയിട്ട് വേണം നമുക്ക് ബേസിനിടാൻ. നോക്കിയിട്ട് വേണമെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഡ്രൈ ആയിട്ട് കുഴയ്ക്കണം, ഒരുപാട് വെള്ളത്തോടെ അല്ലാണ്ട്. അല്ല നമുക്ക് ബജ്ജിയൊക്കെ മാതിരി കിട്ടണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് കുഴയ്ക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം തൊടാം. കുറച്ചുകൂടി ഞാൻ നനവ് കുറവാണെന്ന് തോന്നിയിട്ട് ഇത്തിരി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം തെളിച്ചിട്ട് അതിനൊന്ന് യോജിപ്പിക്കാൻ മാത്രം, ജസ്റ്റ് അതൊന്ന് ബൈൻഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തെളിച്ചിട്ടുണ്ട്. ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇടാം കേട്ടോ. ഇത് കുറച്ച് ടേസ്റ്റ് ആഡ് ചെയ്യും. ഇത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഞാനത് പൊടിച്ച് വയ്ക്കും എപ്പോഴും. കുറച്ച് കരികരിപ്പായിട്ട് പൊടിച്ച് വെച്ചാൽ മതി. അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി നന്നായിരിക്കും, ഒരു നല്ല സ്മെല്ല് കൂടി ഉണ്ടാവും. ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്യാം. സോ ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ ചൂടാവുമ്പം അതിലേക്ക് നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ ഇടാം. ഞാൻ ഇച്ചിരി ലൂസായിട്ട് ഇടാൻ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ വട പോലെ തട്ടിയിട്ടിടാം. പക്ഷേ അതിനേക്കാളും ഇങ്ങനത്തെ പക്കോടയ്ക്കാണ് നന്നായി ക്രിസ്പി ആയിട്ട് വരും. അത് കാരണം ഇങ്ങനെ ഒന്ന് വിടർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടുണ്ടാവും. വട പോലെ തട്ടുമ്പോൾ ചിലപ്പോൾ ഉള്ളിലൊക്കെ സോഫ്റ്റ് ആയിരിക്കും, മേലെ മാത്രം ക്രിസ്പി ആവും. ഇതാകുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക്. ഇത് ഒരു സൈഡ് നന്നായിട്ട് മൊരിയണ വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഈ പതഞ്ഞ് വരുന്നത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാതെ ഏതാണ്ട് ആ ഭാഗം കുക്കായിട്ടുണ്ടെന്ന്. ഇത് ഉള്ളി പക്കോടയാണ്. ഉള്ളി വട എന്ന് പറയണമെന്നാണ് നമ്മൾ കുറച്ച് കട്ടിയായിട്ട് അതിനെ തട്ടിയിട്ട് വട പോലെ തട്ടിയിടുന്നത്. പക്ഷെ ഇത് ഫുള്ളും ക്രിസ്പി ആയിരിക്കും. ചായയുടെ കൂടെ സൂപ്പറായിരിക്കും ഇത് കഴിക്കാൻ. കുറച്ച് നല്ലോണം ബ്രൗൺ ആവണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. എന്നാൽ കരിയാനും പാടില്ല. ഇതിൽ തന്നെ നമുക്ക് ഈ ശബ്ദം കേൾക്കാൻ പറ്റും ഇങ്ങനെ. അതിൻ്റെ അർത്ഥം അതായിന്ന. അപ്പോൾ നമുക്കിതിനി കോരിയെടുക്കാം. പിന്നെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മളെപ്പോൾ ഈ മാവ് പ്രിപ്പയർ ചെയ്ത് ഉടനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊട്ടും എണ്ണ കുടിക്കാതെ കിട്ടും നമുക്ക്. സോ നമുക്ക് പിന്നെ ഇതുമാതിരി ഇതിൽ നമ്മൾ എത്ര ഉണ്ടാക്കിയ ശേഷം അത് മുഴുവൻ ആക്കിയെടുക്കുക. ഇത്തിരി ക്ഷമയോടുകൂടെ ചെയ്യണം. കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിച്ച മാതിരി വരില്ല. അപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് തന്നെ ഇടണം. സ്പ്രെഡ് ചെയ്ത് കുറച്ചായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, എണ്ണ ചുമ്മാ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇതേമാതിരി തന്നെ ഇത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പക്കോട റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കുഴച്ച ഉടനെ തന്നെ പക്കോട ഉണ്ടാക്കണം. ഒരുപാട് നേരം വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാക്കണ മാതിരി കുറച്ച് എണ്ണയിലാണ് കേട്ടോ. സാധാരണ നമ്മൾ റെസിപ്പീസ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് 1 ലിറ്റർ എണ്ണയിലേക്കായിരിക്കും മാവ് നമ്മൾ മിക്സ് ഇടുക. അപ്പം അത് അങ്ങനെയല്ല, ഞാൻ വളരെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ മാതിരി തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം ഇതുമാതിരി തന്നെ ഉണ്ടാക്കി നോക്കൂ. പിന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.